മുതിർന്നവരും കുട്ടികളടക്കം 5 പേര് മരിച്ച ഒരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നവർ കൃത്യമായിട്ട് ജലവിഭവ വകുപ്പ് പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രം ഇവിടേക്ക് വരിക. പേർശ്ശേലം കണ്ടായിരുന്നു. അയാൾ കൂട്ടുകാരുടെ കൂടെ സന്തോഷിക്കാൻ വന്നയാ. 28 ഒരുങ്ങാൻ വന്നതാ. ഞാൻ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് വന്നപ്പം കാര്യം കൊള്ളായി. രാത്രി 1 മണിയായി കിട്ടിയപ്പോൾ പടിയുണ്ടല്ലോ, അരപ്പിറ്റ് പോലെ. അവന് ഈ നീന്തൽ അറിഞ്ഞുകൂടാ. അവൻ അതിലെങ്ങാണ്ട് ചവിട്ടിയതുമല്ല, കാലങ്ങ് തെന്നിപ്പോയി. കൊല്ലംകാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ തൊടിയൂര്. ഒരു റോഡിൽ കൂടി വെള്ളം കവിഞ്ഞൊഴുകുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. ഇത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലീസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ തിരക്കാണ് തൊടിയൂർ എന്നുള്ളത്. പിന്നെ തൊടിയൂരിന്റെ ഏറ്റവും സൈഡിലായിട്ട്, ഈ വെള്ളക്കെട്ടിന്റെ ഏറ്റവും സൈഡിലായിട്ട് ഒരു ഷാപ്പ് കൂടിയുണ്ട്. ഒരു ഫാമിലിക്ക് വന്ന് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഷാപ്പ് കൂടിയുണ്ട് എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. എങ്കിൽ പോലും ഈ തൊടിയൂർ വന്നെത്തുന്നവർ കാണാത്ത കുറെ കാഴ്ചകൾ കൂടി നമ്മുടെ ഈ തൊടിയൂരിനുണ്ട്. ഈ റോഡിൽ നിന്ന് 500 മീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു അണക്കെട്ട് കൂടി കാണാം. നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ടല്ല, വെള്ളം കെട്ടി നിൽക്കുന്ന കെട്ടിയ അണക്കെട്ട് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അവിടെ നിന്ന് നല്ല അടിപൊളി മനോഹരമായ ഫോട്ടോ എടുക്കാം. ആ പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കാഴ്ചയ്ക്ക് അത്രയും മനോഹരമായതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ ഒരു പോകുന്ന വഴി തന്നെ കാണാം. ഒരുപക്ഷെ ഇവിടെ എത്തുന്നതിനകത്തൊരു 10%, 20% പേര് മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിച്ച ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വെള്ളത്തിൽ ഇറങ്ങാനോ മറ്റോ കാര്യങ്ങളോ പാടില്ല. ദൂരെ നിന്ന് കണ്ടിട്ട് നമുക്ക് പോകാന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു അണക്കെട്ട് നിലനിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കാഴ്ചകൾ കൂടി എന്ത് ചെയ്യാൻ പറ്റും, തൊടിയൂരിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ തൊടിയൂരിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് എറണാകുളത്തിൽ നിന്ന് ചക്കുവളിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ തൊടിയൂർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നൊന്ന് കണ്ടിട്ട് പോകുക. അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. എല്ലാം ആലപ്പുഴ ജില്ലക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തിയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് തൊടിയൂർ.